കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യില്ല. കൂടുതൽ തെളിവ് ലഭിക്കാതെ സമൻസ് നൽകില്ലെന്ന് വിജിലൻസ് പറയുന്നു. അതേസമയം വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കൂടി തടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത അങ്ങോട്ട് വരുന്നില്ല, അല്ലേ? കൃഷ്ണരാജ്, ഇക്കാര്യത്തിൽ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വ്യക്തതക്കുറവുണ്ട്. കാരണം അവർ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു, വ്യക്തമായ തെളിവില്ലാതെ ഒരു നീക്കം നടത്തി ആ നീക്കം പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാൻ കഴിയുന്നുമില്ല എന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന നിലയിലേക്ക് വിജിലൻസ് മാറുന്നു. കാരണം ഇത്തരത്തിൽ കൈക്കൂലി ആരോപണ വിധേയനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ ഈ 1 മാസം പിന്നിട്ട അന്വേഷണത്തിനിടയിൽ പോലും കണ്ടെത്താൻ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി നിർദ്ദേശം. കാരണം കോടതി ശേഖർ കുമാറിനോട് നിർദ്ദേശിക്കുന്നത് വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കണം, വിജിലൻസിന്റെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹാജരാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും വിജിലൻസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശേഖർ കുമാറിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിയും, ശേഖർ കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. പക്ഷേ അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് തെളിവുകളാണ്. മുന്നിലുള്ള തെളിവുകൾ, അടിസ്ഥാനപരമായി ശക്തിയുള്ള മൊഴികൾ എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുത്തി വേണം അത്തരമൊരു ചോദ്യം ചെയ്യലെങ്കിൽ മാത്രമാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. എന്നാൽ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ യാതൊരു തെളിവുകളും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കാനില്ല, മുന്നിലില്ല. കാരണം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു, 10,000-കണക്കിന് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു, മൊബൈൽ ഫോൺ നമ്പറുകൾ പരിശോധിച്ചു. അതിലൊന്നും തന്നെ ശേഖർ കുമാറിന് ഈ കേസുമായി പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന യാതൊരു തെളിവും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ശേഖർ കുമാർ ആവശ്യപ്പെട്ടിട്ടാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള വിൽസൺ പണം ആവശ്യപ്പെട്ടത്. കേസ് ഒതുക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് ഒതുക്കുന്നതിന് വേണ്ടി കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബുവിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല. നേരത്തെ ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായതിന് പിന്നാലെ വിൽസൺ പറഞ്ഞത് ഇത് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് താൻ ഈ പണം വാങ്ങിയത്, അവർക്ക് കൈമാറുന്നതിന് വേണ്ടി അവർ പറഞ്ഞത് അനുസരിച്ച് ഒരു ഇടനിലക്കാരനായി മാത്രം പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുക, അല്ലെങ്കിൽ ഇ.ഡിക്കെതിരെ നീങ്ങുക എന്നത് മാത്രമായിരുന്നു സംസ്ഥാന വിജിലൻസിന്റെ ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംസ്ഥാന വിജിലൻസ് ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി കേസെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ഉന്നതങ്ങളിൽ നിന്ന് സംസ്ഥാന വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം തെളിവുകളില്ലാതെ ഈ ചോദ്യം ചെയ്യൽ നടത്തി കഴിഞ്ഞാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സ്വാഭാവികമായും കോടതി പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സമയത്ത് വിശദമായി തന്നെ അന്വേഷണ പുരോഗതി, കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ച സമയത്ത് വിജിലൻസ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാനുണ്ട്, അതിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നാണ്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജിലൻസ് SP വ്യക്തമാക്കിയതും 50,000-ഓളം ഫോൺ കോളുകൾ പരിശോധിക്കാനുണ്ട്, 3 ലക്ഷത്തിലധികം ഡിജിറ്റൽ ഡിവൈസുകളിലെ വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷം മാത്രമാണ് തങ്ങൾക്ക് ശേഖർ കുമാറിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതായത് നിലവിൽ നടത്തിയ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണ നിലയിൽ ഒരു കൊലപാതക കേസിൽ പോലും നടത്താൻ കഴിയാത്ത തരത്തിലുള്ള അന്വേഷണം 50,000-വും 3 ലക്ഷവും വരുന്ന ഡിജിറ്റൽ തെളിവുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പോലും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടത്തുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിജിലൻസിന് മുന്നിലുള്ള തെളിവുകളുടെ ഒരു അഭാവം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സ്വാഭാവികമായും കോടതിയിൽ നിന്ന് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയേക്കാം. എന്തെല്ലാമാണ് അന്വേഷണ പുരോഗതി, എന്ത് തെളിവുകളാണ് ശേഖർ കുമാറിനെ കണ്ടെത്തിയത്, എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യാൻ ആവശ്യമായ തെളിവുകളില്ലേ എന്നീ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി തന്നെയായിരിക്കും സംസ്ഥാന വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരിക. ശരി, കൈക്കൂലി കേസിൽ 1-ാം പ്രതിയായ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യില്ല. വിജിലൻസിന് ഇപ്പോഴും അവ്യക്തതയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.